കാൽ നൂറ്റാണ്ടിലേറെയായി റഷ്യ അടക്കി ഭരിക്കുന്ന വ്ളാദിമിർ പുതിന്റെ മരണം കാത്ത് ചൈന. അതെ, കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പ്രയാസം തോന്നുമെങ്കിലും ആഗോള മാധ്യമങ്ങളിൽ ഇപ്പോൾ അതീവ രഹസ്യമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണിത്. ലോകത്തെ നിയന്ത്രിക്കുന്ന മഹാശക്തികളിൽ ഒന്നായ റഷ്യയിൽ വ്ളാദിമിർ പുതിന് ശേഷമുള്ള ഒരു ഭരണം എങ്ങനെയായിരിക്കണം, അവിടെ ചൈനയ്ക്ക് എങ്ങനെ സ്വാധീനം ഉറപ്പിക്കാം എന്നതിനെ കുറിച്ചെല്ലാം ചൈന ഇപ്പോൾ വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുറമേക്ക് വലിയ സൗഹൃദം നടിക്കുമ്പോഴും ചൈന റഷ്യയുടെ ഭാവി ലക്ഷ്യമിട്ട് കരുക്കൾ നീക്കുകയാണ്. എന്നാൽ ഇതിന്റെ ആഘാതം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? റഷ്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയെയും സാമ്പത്തിക താല്പര്യങ്ങളെയും തകിടം മറിക്കുമോ? ഡൽഹിയിലെ രാഷ്ട്രീയ ചാണക്യന്മാർ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെ വീക്ഷിക്കുന്നത്? ചൈനയുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലെ യഥാർത്ഥ അജണ്ട എന്താണ്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള കൃത്യമായ ഉത്തരങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത്. വാർത്തകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് റഷ്യയും ചൈനയും തമ്മിലുള്ള ഇന്നത്തെ ബന്ധത്തിന്റെ സ്വഭാവമാണ്. വ്ളാദിമിർ പുതിനും ഷീ ജിൻപിങ്ങും ചേർന്ന് രൂപീകരിച്ച അതിരുകളില്ലാത്ത സൗഹൃദം, അല്ലെങ്കിൽ നോ ലിമിറ്റ്സ് പാർട്ട്ണർഷിപ്പ് എന്ന പ്രതിഭാസമാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ആഗോള രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യയ്ക്ക് മേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയപ്പോൾ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തിയത് ചൈനയായിരുന്നു. റഷ്യയുടെ എണ്ണയും ഗ്യാസും വൻതോതിൽ വാങ്ങിക്കൂട്ടിയും റഷ്യയ്ക്ക് ആവശ്യമായ സാങ്കേതിക വിദ്യകൾ നൽകിയും ചൈന അവരുടെ ഏറ്റവും വലിയ പങ്കാളിയായി മാറി. എന്നാൽ ഈ സൗഹൃദം വെറും ഒരു പുറമോടി മാത്രമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുതിൻ എന്ന ശക്തനായ നേതാവിനോട് മാത്രമാണ് ചൈനയ്ക്ക് താല്പര്യം. അദ്ദേഹത്തിന്റെ കാലത്തിനു ശേഷം റഷ്യയിൽ വരാൻ പോകുന്ന രാഷ്ട്രീയ ശൂന്യതയെ തങ്ങൾക്ക് അനുകൂലമായി മാറ്റിയെടുക്കുക എന്നതാണ് ചൈനയുടെ ലക്ഷ്യം. എന്നാൽ ഇവിടെ നാം ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന വശമുണ്ട്. വ്ളാദിമിർ പുതിൻ എന്ന ശക്തനായ ഭരണാധികാരി നിലനിൽക്കുന്നത് ചൈനയ്ക്ക് ഒരേ സമയം ഒരു വലിയ ആശ്രയവും എന്നാൽ അവരുടെ ആഗോള ആധിപത്യ മോഹങ്ങൾക്ക് വലിയൊരു തടസ്സവുമാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ റഷ്യയും ചൈനയും തമ്മിൽ അതിരുകളില്ലാത്ത സൗഹൃദമുണ്ടെന്ന് തോന്നാമെങ്കിലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ദീർഘകാല ലക്ഷ്യങ്ങൾക്ക് മുന്നിൽ പുതിൻ എന്ന കടുത്ത റഷ്യൻ ദേശീയവാദി വലിയൊരു മതില് പോലെ നിൽക്കുന്നുണ്ട്. റഷ്യ ഒരിക്കലും ചൈനയുടെ ഒരു ജൂനിയർ പാർട്ട്ണർ ആകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പുതിന്റെ ഓരോ നീക്കങ്ങളും വ്യക്തമാക്കുന്നു. ചൈനയോട് സാമ്പത്തികമായും സൈനികമായും അടുത്തു നിൽക്കുമ്പോഴും റഷ്യയുടെ പരമാധികാരത്തിലും അവരുടെ തനതായ സ്വാധീന മേഖലകളിലും ചൈന കടന്നു കയറുന്നത് പുതിൻ ശക്തമായി പ്രതിരോധിക്കുന്നുമുണ്ട്. ഉദാഹരണത്തിന് മധ്യേഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലും ചൈന തങ്ങളുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിലൂടെ സ്വാധീനം ഉറപ്പിക്കാൻ നോക്കുമ്പോൾ അവിടെ റഷ്യൻ സ്വാധീനം കുറയാതിരിക്കാൻ പുതിൻ അതീവ ജാഗ്രത പുലർത്തുന്നുണ്ട്. സ്വന്തം നിലപാടുള്ള റഷ്യയെ വീണ്ടും ഒരു ആഗോള മഹാശക്തിയാക്കാൻ ആഗ്രഹിക്കുന്ന പുതിൻ ഉള്ളിടത്തോളം കാലം റഷ്യയെ പൂർണ്ണമായി തങ്ങളുടെ ആജ്ഞാനുവർത്തികളാക്കാൻ ചൈനയ്ക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പുതിന് ശേഷമുള്ള ഒരു കാലഘട്ടത്തിനായി ചൈന ഇപ്പോൾ മുതലേ കരുക്കൾ നീക്കുന്നത്. അമേരിക്കൻ മാധ്യമമായ വാൾ സ്ട്രീറ്റ് ജേണൽ പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് ചൈനീസ് അധികൃതരും ഇന്റലിജൻസ് ഏജൻസികളും ഇപ്പോൾ അതീവ രഹസ്യമായി റഷ്യയിലെ ഇടത്തരം ഉദ്യോഗസ്ഥരുമായും പ്രാദേശിക നേതാക്കളുമായും റഷ്യൻ എലൈറ്റ് ഗ്രൂപ്പുകളുമായും ശക്തമായ ബന്ധം സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വരും ദശകങ്ങളിൽ റഷ്യയുടെ ഭരണം കൈയാളാൻ സാധ്യതയുള്ള ഈ നേതാക്കളെ തങ്ങളുടെ പക്ഷത്താക്കാനാണ് ചൈനയുടെ ശ്രമം. പുതിന്റെ പ്രായം 73 കഴിഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് എത്ര കാലം റഷ്യയെ നയിക്കാൻ കഴിയുമെന്ന ചോദ്യം ചൈനയെ വല്ലാതെ അലട്ടുന്നുണ്ട്. പുതിന് ശേഷം റഷ്യയിൽ ഒരു ജനാധിപത്യ അനുകൂല സർക്കാരോ അല്ലെങ്കിൽ പാശ്ചാത്യ രാജ്യങ്ങളുമായി സൗഹൃദത്തിലുള്ള ഒരു ഭരണാധികാരിയോ വന്നാൽ അത് ചൈനയ്ക്ക് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ റഷ്യയിലെ ഭാവി ഭരണാധികാരി ചൈനയുടെ വാക്കു കേൾക്കുന്ന ഒരു പാവയായിരിക്കണമെന്ന് ചൈന ആഗ്രഹിക്കുന്നുണ്ട്. അതിനായുള്ള വലിയൊരു നിക്ഷേപമാണ് ചൈന ഇപ്പോൾ റഷ്യൻ രാഷ്ട്രീയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ പുതിന്റെ കാലം കഴിയുന്നതോടെ ചൈനയ്ക്ക് അങ്ങേയറ്റം അനുകൂലമായ പല സാഹചര്യങ്ങളും റഷ്യയിൽ ഉണ്ടാകാൻ വലിയ സാധ്യതയുണ്ട്. പുതിൻ എന്ന കേന്ദ്രീകൃത ശക്തി ഇല്ലാതാവുന്നതോടെ ക്രെംലിനിൽ ഒരു വലിയ രാഷ്ട്രീയ ശൂന്യതയോ അല്ലെങ്കിൽ ആഭ്യന്തര അധികാര തർക്കങ്ങളോ ഉണ്ടായേക്കാം. ഈ അവസരം മുതലെടുത്ത് റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇടപെടാനും തങ്ങൾക്ക് അനുകൂലനായ അല്ലെങ്കിൽ ചൈനയുടെ വാക്ക് കേൾക്കുന്ന ഒരു ഭരണാധികാരിയെ അവിടെ പ്രതിഷ്ഠിക്കാനും ചൈനയ്ക്ക് എളുപ്പം സാധിക്കും. പുതിനെ പോലെ ശക്തനായ ഒരു നേതാവല്ല അടുത്തതായി വരുന്നതെങ്കിൽ പാശ്ചാത്യ ഉപരോധങ്ങളിൽ ശ്വാസം മുട്ടുന്ന റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കി ചൈനയ്ക്ക് റഷ്യയെ തങ്ങളുടെ സാമ്പത്തിക കോളനിയാക്കി മാറ്റാൻ കഴിയും. റഷ്യയിലെ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥരിലും പ്രാദേശിക ഭരണാധികാരികളിലും ചൈന ഇപ്പോൾ നടത്തുന്ന നിക്ഷേപങ്ങൾ
ഇത്തരമൊരു സാഹചര്യത്തിൽ അവർക്ക് തുണയാകും. റഷ്യയുടെ വിഭവസമൃദ്ധമായ സൈബീരിയൻ മേഖലകളിലും വിനോദസഞ്ചാര വ്യാപാര രംഗങ്ങളിലും ചൈനീസ് കമ്പനികൾക്ക് പൂർണ്ണാധിപത്യം സ്ഥാപിക്കാൻ ഇത് വഴി തുറക്കും. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കും? ഇന്ത്യയെ സംബന്ധിച്ച് റഷ്യ എന്നത് വെറും ഒരു രാജ്യമല്ല, പതിറ്റാണ്ടുകളായുള്ള നമ്മുടെ ഏറ്റവും വിശ്വസ്തനായ തന്ത്രപ്രധാന പങ്കാളിയാണ്. ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് റഷ്യൻ നിർമ്മിത ആയുധങ്ങളാണ്. സുഖോയ് യുദ്ധവിമാനങ്ങൾ, S-400 മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ, T-90 ടാങ്കുകൾ, ആണവ അന്തർവാഹിനികൾ തുടങ്ങി ഇന്ത്യയുടെ സൈനിക ശേഷിയുടെ വലിയൊരു പങ്ക് റഷ്യയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഇതിനെല്ലാം പുറമെ അന്താരാഷ്ട്ര വേദികളിലും കശ്മീർ പോലുള്ള വിഷയങ്ങളിലും ഇന്ത്യക്ക് വേണ്ടി ഐക്യരാഷ്ട്രസഭയിൽ ഏറ്റവും കൂടുതൽ വീറ്റോ അധികാരം ഉപയോഗിച്ച ചരിത്രമുള്ള രാജ്യമാണ് റഷ്യ. അങ്ങനെയുള്ള റഷ്യ പൂർണ്ണമായും ചൈനയുടെ സ്വാധീന വലയത്തിലായാൽ അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഏറ്റവും വലിയ ഭീഷണിയായി മാറും. റഷ്യയിൽ ചൈനയ്ക്ക് അനുകൂലമായ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ വരാൻ പോകുന്ന മറ്റൊരു പ്രധാന വശം പ്രതിരോധ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റമാണ്. നിലവിൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് നൽകുന്ന അത്യാധുനിക ആയുധ സാങ്കേതിക വിദ്യകൾ ചൈനയ്ക്ക് നൽകാൻ റഷ്യ തയ്യാറാകില്ല. കാരണം ചൈന അത് റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി പകർത്തിയെടുക്കുമെന്ന് റഷ്യ ഭയപ്പെടുന്നുണ്ട്. എന്നാൽ പുതിന് ശേഷം ചൈനയ്ക്ക് വിധേയനായ ഒരു ഭരണാധികാരി വന്നാൽ റഷ്യയുടെ ഏറ്റവും ആധുനികമായ മിസൈൽ ആണവ സാങ്കേതിക വിദ്യകൾ ചൈന സ്വന്തമാക്കും. ഇത് ഏഷ്യയിലെ ശക്തി സന്തുലിതാവസ്ഥയെ ചൈനയ്ക്ക് അനുകൂലമായി പൂർണ്ണമായി മാറ്റിമറിക്കും. തന്ത്രപ്രധാനമായ ആർട്ടിക് മേഖലയിലും ചൈനയ്ക്ക് റഷ്യയുടെ സഹായത്തോടെ വലിയ സൈനിക സാന്നിധ്യം ഉറപ്പാക്കാൻ കഴിയും. ചുരുക്കത്തിൽ പുതിൻ എന്ന തടസ്സം മാറുന്നതോടെ റഷ്യയെ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കാമെന്നും അതുവഴി അമേരിക്കയ്ക്ക് ബദലായ ആഗോള മഹാശക്തിയായി ചൈനയ്ക്ക് മാറാമെന്നുമാണ് ചൈന കണക്കുകൂട്ടുന്നത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഏറ്റവും വലിയ അതിർത്തി ശത്രു ചൈനയാണ്. ഗൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന ബന്ധം വളരെ വഷളായ അവസ്ഥയിലാണ് തുടരുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ റഷ്യയെ ചൈന സ്വന്തം പാളയത്തിൽ എത്തിച്ചാൽ ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. വ്ളാദിമിർ പുതിൻ ഉള്ളിടത്തോളം കാലം ഇന്ത്യ റഷ്യ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴാൻ അദ്ദേഹം അനുവദിക്കില്ല. ചൈനയുമായി എത്രയൊക്കെ അടുത്തു നിൽക്കുമ്പോഴും ഇന്ത്യയുമായുള്ള തങ്ങളുടെ ബന്ധം സവിശേഷമാണെന്ന് പുതിൻ പലപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ പുതിന് ശേഷം ചൈനയുടെ താല്പര്യപ്രകാരം ഒരു ഭരണാധികാരി ക്രെംലിനിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലേക്കുള്ള ആയുധ വിതരണവും പ്രതിരോധ സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റവും ചൈനീസ് സമ്മർദ്ദം മൂലം റഷ്യ നിർത്തിവെച്ചേക്കാം. ഇത് നമ്മുടെ അതിർത്തി സുരക്ഷയെ ബാധിക്കുന്ന അതീവ ഗുരുതരമായ സാഹചര്യമാണ് സൃഷ്ടിക്കുക. സാമ്പത്തിക രംഗത്തും ഇതിന്റെ ആഘാതം വളരെ വലുതായിരിക്കും. ഉക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ ഉപരോധങ്ങളെ അവഗണിച്ച് ഇന്ത്യ റഷ്യയിൽ നിന്ന് വൻതോതിൽ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യയിലെ ഇന്ധനവില നിയന്ത്രിച്ചു നിർത്തുന്നതിലും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ വലിയൊരു പ്രതിസന്ധിയിൽ നിന്ന് സംരക്ഷിക്കുന്നതിലും നിർണായക പങ്കാണ് വഹിച്ചത്. റഷ്യയുടെ എണ്ണക്കമ്പോളം പൂർണ്ണമായും ചൈനയുടെ നിയന്ത്രണത്തിലായാൽ ഇന്ത്യക്ക് ലഭിക്കുന്ന ഈ സാമ്പത്തിക ആനുകൂല്യങ്ങൾ ഇല്ലാതായേക്കാം. മാത്രമല്ല, റഷ്യയുടെ തന്ത്രപ്രധാനമായ കിഴക്കൻ മേഖലകളിലും സൈബീരിയൻ പ്രദേശങ്ങളിലും ചൈനീസ് കമ്പനികൾ വൻതോതിൽ സ്വാധീനമുറപ്പിക്കുന്നത് ഇന്ത്യയുടെ ഭാവി ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ വെല്ലുവിളിയാകും. ഈ സാഹചര്യത്തിൽ ഇന്ത്യ വെറുതെ ഇരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. ഇന്ത്യയുടെ നയതന്ത്രജ്ഞർ വളരെ കൃത്യമായ കരുനീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചൈന റഷ്യയിൽ സ്വാധീനമുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യ റഷ്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് നോക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയുടെ സമീപകാല റഷ്യൻ സന്ദർശനങ്ങളും റഷ്യയുമായി രൂപീകരിച്ചിട്ടുള്ള പുതിയ വ്യാപാര കരാറുകളും ഇതിന് തെളിവാണ്. റഷ്യ പൂർണ്ണമായും ചൈനയുടെ മാത്രം ആശ്രയമായി മാറാതിരിക്കാൻ ഇന്ത്യ അവർക്കൊരു ബദൽ മാർഗമായി നിലകൊള്ളുന്നുണ്ട്. റഷ്യക്ക് ചൈനയോടൊപ്പം തന്നെ ഇന്ത്യയും ആവശ്യമാണ് എന്ന യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഭാവിയിലെ റഷ്യൻ രാഷ്ട്രീയത്തിൽ ചൈന നടത്താൻ പോകുന്ന ഈ അടിയൊഴുക്കുകൾ ഇന്ത്യക്ക് നിരന്തരമായ ജാഗ്രത ആവശ്യപ്പെടുന്ന ഒന്നാണ്. പുതിന്റെ ആരോഗ്യം സംബന്ധിച്ച ഊഹാപോഹങ്ങളും റഷ്യയുടെ ആഭ്യന്തര രാഷ്ട്രീയ സാഹചര്യങ്ങളും ലോകം വളരെ ഉറ്റുനോക്കുകയാണ്. റഷ്യയിൽ വരാൻ പോകുന്ന ഏതൊരു ഭരണമാറ്റവും ഏഷ്യയിലെയും പ്രത്യേകിച്ച് ദക്ഷിണേഷ്യയിലെയും ശക്തി സന്തുലിതാവസ്ഥയെ മാറ്റിമറിക്കും. ചൈനയുടെ ഈ ദീർഘകാല തന്ത്രങ്ങളെ പ്രതിരോധിക്കാൻ ഇന്ത്യ തങ്ങളുടെ ആയുധ ഇറക്കുമതി വൈവിധ്യവൽക്കരിക്കാനും അമേരിക്ക, ഫ്രാൻസ്, ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള പ്രതിരോധ ബന്ധം കൂടുതൽ ശക്തമാക്കാനും ഇതിനകം തന്നെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ആയുധ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള ഇന്ത്യയുടെ ശ്രമങ്ങൾ ഇത്തരം അന്താരാഷ്ട്ര പ്രതിസന്ധികളെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ദീർഘകാല ലക്ഷ്യം അമേരിക്കയ്ക്ക് ബദലായി ചൈനയെ ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയാക്കുക എന്നതാണ്. അതിനായി റഷ്യയെ ഒരു ജൂനിയർ പാർട്ട്ണർ മാത്രമായി നിലനിർത്താനാണ് ചൈന ആഗ്രഹിക്കുന്നത്.
വ്ളാദിമിർ പുതിന് ശേഷം റഷ്യയിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ്. ആ മാറ്റങ്ങളിൽ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നത് നമ്മുടെ വിദേശ നയത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണമായിരിക്കും. ഇനി നിങ്ങൾ പറയൂ, നിഗൂഢതകൾ നിറഞ്ഞ ഈ ആഗോള രാഷ്ട്രീയ നീക്കങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പുതിന് ശേഷം ഒരു റഷ്യ ചൈന സഖ്യം ഇന്ത്യക്ക് വലിയൊരു ഭീഷണിയാകുമോ? അതോ ഇന്ത്യ തങ്ങളുടെ നയതന്ത്ര മികവ് കൊണ്ട് ഈ പ്രതിസന്ധിയെയും മറികടക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.